തൃശൂരിൽ ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. കരൂർ പടന്ന സ്വദേശി നൌഫലിന്റെ ഭാര്യ ഫസീലയാണ് മരിച്ചത്. സംഭവത്തിൽ വീട്ടുകാരുടെ പരാതിയിൽ ഭർത്താവ് നൌഫലിനെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കുകയാണെന്ന ഫസീലയുടെ വാട്സ്ആപ്പ് സന്ദേശവും പുറത്തുവന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ആത്മഹത്യ ചെയ്ത ഫസീല. 1 വർഷവും 7 മാസവും മുൻപാണ് ഫസീലയും നൌഫലും തമ്മിലുള്ള വിവാഹം നടന്നത്. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്താവിന്റെ മാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും കാണിച്ച് ഫസീല തന്റെ മാതാവിനയച്ച വാട്സപ്പ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെയാണ് നൌഫലിന്റെ വീട്ടിൽ വെച്ച് ഫസീല ആത്മഹത്യ ചെയ്തത്. സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. യുവതിക്ക് മുൻപും ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ആശുപത്രിയിലെത്തിയ ഭർത്താവ് നൌഫൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഫസീലയുടെ ബന്ധുക്കൾ പറഞ്ഞു. 2 മാസം മുമ്പ് ചെറിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നമുണ്ടായപ്പോൾ വാപ്പ അറിയിച്ചു. വാപ്പ വരാൻ പോയപ്പോൾ പറഞ്ഞു വാപ്പ വരണ്ട, ഇവിടെ ഇനി വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പോൾ ഇവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ ചെയ്തു. ആത്മഹത്യാശ്രമം മറച്ചുവെക്കാനും ശ്രമം നടന്നതായി ആരോപണമുണ്ട്. ഫസീലയുടെ സന്ദേശം കണ്ട് വീട്ടിലെത്തിയ ബന്ധുക്കളോട് തലചുറ്റലിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണ് നൌഫലിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത്. 10 മാസം പ്രായമുള്ള മുഹമ്മദ് സയാനാണ് ഫസീലയുടെ മകൻ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.